കടൽക്കരയിൽ ഭയങ്കര ക്ഷാമം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. ധാരാളം പട്ടിണി കിടക്കും. ഹല്ലേലൂയ. ചിലർ മരിക്കത്തക്ക നിലവാരത്തിൽ ഭയങ്കര ക്ഷാമങ്ങൾ കടൽക്കര വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഇപ്പൊ പൊഴിയൂര് ഈ ഏരിയയിൽ പ്രത്യേകിച്ച് പ്രാർത്ഥന, പ്രത്യേകിച്ച് പൂവാറ്, ഈ കരിക്കുളം, ഇങ്ങനെ കടൽക്കര മേഖല കംപ്ലീറ്റ് വലിയ ക്ഷാമം വരാൻ പോവുകയാണ്. ഹല്ലേലൂയ. കടലിൽ പോയ ഒരു മീനും കിട്ടാത്ത അവസ്ഥ വരാൻ പോകുന്നു. ഭയങ്കര ക്ഷാമം വരാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അതേപോലെ രണ്ടാമത് കർത്താവ് പറഞ്ഞ് ഇവിടെ ധാരാളം കടകൾ കാണാം. ധാരാളം കടകൾ. ഉച്ചക്കടലാണ് ഏറ്റവും കൂടുതൽ തുണിക്കടയിൽ ഇങ്ങനെ കൊള്ളത്. പക്ഷെ അവര് ചിലർ കടം കയറിയിട്ട് ആത്മഹത്യ ചെയ്ത് കർത്താവ്. ധാരാളം കടകളുണ്ട്, പക്ഷെ അതിൽ ചിലർ കടം കയറിയിട്ട് ആത്മഹത്യകൾ ചെയ്യുന്നത് കർത്താവിന്. ഹല്ലേലൂയ. ഞാൻ പറയാം, ഈ രണ്ട് കാര്യം സംഭവിക്കും. പക്ഷെ നമ്മൾ ദൈവഭാഗത്ത് വിട്ടുമടക്കിയ അവരെ ദൈവം അനുഗ്രഹിക്കും. പറഞ്ഞൊരു കാര്യമാണ്, പൊഴിയൂര് കടല് ഒന്നാണ്. അതേപോലെ തന്നെ ഈസ്റ്റർ എന്നാണ് അല്ലേ, ആ കടല് കയറി മൊത്തം ഒന്നായി. ചെറിയൊരു മണ്ട് മാത്രമേ ഉള്ളുവായിരുന്നു, ചെറിയൊരു വഴി പോലെ മണ്ട് മാത്രമേ. ബാക്കിയെല്ലാം എന്ത് ചെയ്തു? കടല് കയറി ആ ഷെഡെല്ലാം ഇടിഞ്ഞു. ഭയങ്കര പ്രശ്നമുണ്ടായി. ഈസ്റ്റർ അന്ന് രാത്രി, അതോ ഈസ്റ്റർ തലേദിവസം അന്ന് സംഭവിച്ചു. അതേപോലെ കർത്താവ് ഈ വർഷം ഭയങ്കര ക്ഷാമം നടക്കും. ക്ഷാമം നിങ്ങളത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പക്ഷെ എന്നിട്ട് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട്, ഇസ്രായേൽ രാജ്യത്ത് മൊത്തം ക്ഷാമം വന്നു. പക്ഷേ ദൈവത്തിന്റെ ഭക്തന് സ്വർഗത്തിന്റെ കാക്കയിലൂടെ സ്വർഗീയ ഭോജനം കൊടുത്ത് ദൈവം പോഷിപ്പിച്ചു. ഹല്ലേലൂയ. ഏലിയാവിന് സ്വർഗത്തിലെ ദൈവം സ്വർഗത്തിൽ നിന്ന് കാക്കയിലൂടെ അപ്പോ ഇറച്ചിയും കൊടുത്തേച്ച് ദൈവം പോഷിപ്പിച്ചു. ഹല്ലേലൂയ. അതിനുശേഷം സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ ദൈവം അയച്ചു. ഹല്ലേലൂയ. പണക്കാരന്റെ വീട്ടിൽ അയച്ചതല്ല ദൈവം പറഞ്ഞ, സാരാഫത്തിലെ വിധവയുടെ വീട്ടിൽ ദൈവം അയച്ചു. ഹല്ലേലൂയ. അവർ മരിക്കാനിരിക്കുമ്പോഴാണ് ഏലി അവിടെ പോകുന്നത്. ഹല്ലേലൂയ. അവള് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലയോ ദൈവദാസനെ, ഇതാ 2 അപ്പത്തുള്ള മാവുണ്ട്, ഒന്ന് ഞാനും കഴിച്ച് ഒന്ന് മോനും കൊടുത്തേക്ക് മരിക്കാതിരിക്കുകയാണ്. ഏലിയ പറഞ്ഞ ആദ്യം എനിക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോവാം. ഹല്ലേലൂയ. അതേപോലെ സ്ത്രീ ചെയ്തു. ഏലിയാവിന് കൊണ്ടുകൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഏലിയാവ് അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, രാജ്യത്ത് 3.5 വർഷം പട്ടിണി കിടന്നിട്ടും ആ വിധവയുടെ വീട്ടിലെ കലത്തിലെ മാവ് കുറഞ്ഞു പോയില്ല, ഭരണിയിലെ എണ്ണ വറ്റിപ്പോയി. അതേപോലെ ദൈവത്തെ വിളിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഭയങ്കര ക്ഷാമം വരാൻ പോവുകയാണ്. നിങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കണം. വിശേഷം കടൽക്കരയുള്ള എല്ലാ ആൾക്കാരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. ഭയങ്കര ക്ഷാമം വരാൻ പോകുന്നു. ധാരാളം ആത്മഹത്യകൾ നടക്കുന്നു. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ബിസിനസ് സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. കടക്കേറി ധാരാളം പേർ ആത്മഹത്യ ചെയ്യുന്ന കാണിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ കർത്താവെ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കടൽക്കരയിൽ ദേശത്ത് ക്ഷാമങ്ങൾ മാറട്ടെ. കടൽക്കരയിൽ നിന്ന് ക്ഷാമങ്ങൾ മാറിപ്പോവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതേപോലെ ഉച്ചക്കട ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നവർ കർത്താവെ കടൽക്കര ആത്മഹത്യയിലേക്ക് പോകുന്ന മേഖല കർത്താവ് കാണിച്ചു. ഹല്ലേലൂയ. ആത്മഹത്യകളെല്ലാം മാറിപ്പോകട്ടെ, കടഭാരങ്ങളെല്ലാം മാറിപ്പോട്ടെ, പ്രശ്നങ്ങളെല്ലാം മാറട്ടെ. ആരെ ആത്മഹത്യ ചെയ്യരുത്. കടഭാരങ്ങളെല്ലാം മാറിപ്പോട്ടെ. ഇവിടുത്തെ എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് സ്ഥാപനങ്ങളെല്ലാം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം വെളിപ്പെടുത്തി ഭാഗത്തിന്റെ സ്വർഗ്ഗമെന്ന് ഇറങ്ങി അത്ഭുതങ്ങൾ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ. ഹല്ലേലൂയ.